കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് സതീശൻ നാട് നീളെ മൈക്ക് കെട്ടി പറയുന്ന വാചകമുണ്ട്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണത്രേ, ആരോഗ്യമന്ത്രി പരാജയമാണത്രേ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആധികാരികമായി നാട്ടുകാരുടെ മുന്നിലിറങ്ങി വാചക കസർത്ത് നടത്തുമ്പോൾ ഇന്നലകളിൽ ഇതിനേക്കാൾ മികച്ച സേവനം കൊടുത്തവരാണല്ലോ ഇന്ന് ഇറങ്ങി നിന്ന് കുറ്റപ്പെടുത്തുന്നതെന്ന് നമ്മൾ കരുതണ്ടേ? സ്വാഭാവികമായിട്ടും നമ്മൾക്കൊന്ന് പരിശോധിക്കാം. നാട്ടുകാർക്ക് 10 വർഷം പുറകിലോട്ട് പോകുമ്പോൾ ചില അവസ്ഥകളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. അവിടെയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. തലസ്ഥാനത്തെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രിയായി മാറിക്കഴിഞ്ഞ തിരുവനന്തപുരം ജനറൽ ആശുപത്രി. 10 വർഷം മുന്നേ ഇത്രയും മികച്ച സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കാര്യം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാലും നിങ്ങൾക്ക് മികച്ച കെട്ടിടങ്ങൾ കാണാം. വൈകുന്നേരം 6 മണി വരെ, ഇന്നലകളിൽ പുണ്യാളച്ചന്റെ കാലഘട്ടത്തിൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ആശുപത്രി പൂട്ടി വീട്ടിൽ പോയിരുന്ന കാലത്ത് നിന്ന് 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം, അവിടെയും കിടത്തി ചികിത്സ, ഇത്രയും സൗകര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ആ ഒരു മാറ്റത്തിനപ്പുറം എന്തായിരുന്നു ജനറൽ ആശുപത്രിയിലെ കാഴ്ചയെന്നും വെന്റിലേറ്ററിലല്ലാതെ ഇത്രയും ജനസേവനം കിട്ടിക്കൊണ്ടിരുന്ന ആശുപത്രികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ വാർത്തയൊന്ന് കേട്ടെ. ആ കാലഘട്ടത്തിൽ സംപ്രേഷണം ചെയ്തതാണ്. നാട്ടുകാരിൽ നിന്ന് കട്ടിൽ വാങ്ങിയിടാൻ മാപ്രകളെ കൊണ്ടുവന്ന് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് തൊട്ടപ്പുറത്തെ വാർഡ് പൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാതെ ഗേറ്റ് അടച്ചിട്ടൊരു അവസ്ഥയുണ്ടായിരുന്നു. കാണണ്ടേ? ഇത് നോക്കിയേ. നാടകീയമായ കാഴ്ചകളായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ജനറൽ ആശുപത്രിയിലെ 9ാം വാർഡിലെ സന്ദർശനം. പ്രവാസി മലയാളി സംഭാവന നൽകിയ കട്ടിലുകൾ 9ാം വാർഡിന് സമർപ്പിക്കാനെത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി VS ശിവകുമാറും വട്ടിയൂർക്കാവ് MLA K മുരളീധരനും. മന്ത്രിയുടെ കൊട്ടിഘോഷിച്ചുള്ള വരവ് പ്രമാണിച്ച് സ്ത്രീകളുടെ വാർഡ് വൃത്തിയാക്കി കട്ടിലുകൾ അടുക്കി. അന്തേവാസികളെ പുതുവസ്ത്രമുടിപ്പിച്ച് എല്ലാം ക്ലീനാണെന്ന ഭാവവും വരുത്തി. മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, മന്ത്രിയുടെ സന്ദർശനം സ്ത്രീകളുടെ വാർഡിൽ മാത്രം ഒതുങ്ങി. ചടങ്ങ് അവസാനിപ്പിച്ച് ക്യാമറകൾക്ക് മുമ്പിൽ മന്ത്രിയുടെ പതിവ് വിശദീകരണം. പരമാവധി കാര്യങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പ്രോസസ്സിംഗിലാണ്. ഇത് സ്ഥിരമായി മോണിറ്റർ ചെയ്യും. പല സംഘടനകളും ഈ വാർഡിന്റെ ചുമതല മുഴുവൻ ഏറ്റെടുക്കാം എന്നും പല സംഘടനകളും പറഞ്ഞിട്ടുണ്ട്. അത് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടി അവരുടെയും കൂടെ സഹായത്തോടു കൂടി ഏറ്റവും ഭംഗിയായി 9ാം വാർഡിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പരാതിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 9ാം വാർഡ് പരാതികൾ ഇല്ലാത്തതാക്കുമെന്ന് പറഞ്ഞ മന്ത്രി പുരുഷന്മാരുടെ വാർഡിന്റെ സ്ഥിതി കണ്ടില്ല. പുരുഷന്മാരുടെ വാർഡ് അടച്ചിട്ട് നടത്തിയ മന്ത്രിയുടെ ഈ സന്ദർശനം പ്രഹസനമായിരുന്നു എന്നാണ് ആക്ഷേപം. ഞങ്ങളുടെ ക്യാമറ പകർത്തിയ അടഞ്ഞ വാതിലിനപ്പുറമുള്ള 9ാം വാർഡിന്റെ യഥാർത്ഥ മുഖം ഇതാ. നേരെ ഇരിക്കാൻ പോലും കഴിയാത്ത രോഗികൾ നിലത്ത് കിടക്കുന്നു. ഏതോ അഭയാർത്ഥി ക്യാമ്പിനെ ഓർമ്മിപ്പിക്കും വിധം രോഗികൾ തിങ്ങി നിറഞ്ഞാണ് വാർഡിൽ കഴിയുന്നത്. വരാന്തകളിൽ പോലും അന്തേവാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാം മോണിറ്റർ ചെയ്യുമെന്ന് പറഞ്ഞ മന്ത്രി ഇതുവരെയും ഒന്നും മോണിറ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഈ സന്ദർശനവും വ്യക്തമാകുന്നത്. കണ്ടല്ലോ, കഴിവുകേടിന്റെ പര്യായം എന്തെന്നാണ് ആ കണ്ടത്. VS ശിവകുമാർ എന്നൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോ ED അന്വേഷണത്തിലാണ്. ഇദ്ദേഹത്തിന്റെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം ED കൈയോടെ പിടിച്ച് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ഇരുന്നതിന് ശേഷം തലസ്ഥാനത്ത് സ്വന്തം നിലയ്ക്ക് വലിയ ഷെയറുള്ള സ്വകാര്യ ആശുപത്രി വരെ തുടങ്ങിയ വിസ്മയമാണ് പഴയ ആരോഗ്യമന്ത്രിക്കുള്ളത്. ഇങ്ങനെയുള്ള ആരോഗ്യമന്ത്രിമാർ ആശുപത്രികളിൽ എങ്ങും മരുന്നില്ല, കെട്ടിടങ്ങളില്ല, ശുചിത്വമില്ല, സർജറികൾ പോലും നടക്കാറില്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ കിടന്ന ആശുപത്രികളാണ് ഇന്ന് കാണുന്ന മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് ഇറങ്ങി നിന്ന് അതിനെ ഒരു ഉളുപ്പുമില്ലാതെ കുറ്റം പറയുന്നത്. കുറ്റം പറയുന്നവരുടെ കാലഘട്ടത്തിലെ ആശുപത്രികളുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. സർക്കാർ ആശുപത്രിയിൽ ഗതിയില്ലാത്തവർ മാത്രം പോയിരുന്നിടത്ത് നിന്ന് ഇന്ന് കേരളത്തിലെ പല പ്രൈവറ്റ് ക്ലിനിക്കുകളും പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് എന്ത് അത്യാവശ്യത്തിനും ഒരു ചികിത്സയ്ക്ക് ഓടിച്ചെല്ലാം. ആ ചികിത്സ ലഭ്യമായി തുടങ്ങിയപ്പോൾ ക്ലിനിക്കുകളുടെ സാധ്യത അടഞ്ഞു, പൂട്ടിപ്പോകുന്ന അവസ്ഥയെത്തി. ആ രീതിയിൽ സർക്കാർ മേഖല സ്വകാര്യ മേഖലയോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതിനെ കുറച്ച് മാധ്യമങ്ങളെ ഇന്നും കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ എടുത്ത് പർവ്വതീകരിച്ച് അതിലൂടെ ഒരു വൈകാരികത ജനങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട് ആ മേഖലയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നലകളിൽ അത് തകർന്ന് നാമാവിശേഷമായി ഈ നാട്ടിലെ സ്വകാര്യ മേഖല വളരട്ടെ എന്ന് വിചാരിച്ചവന്മാരാണ് ഇന്നിറങ്ങി നിന്ന് ഈ കുറ്റം പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ
മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത നിങ്ങളെ കാട്ടിത്തന്നത്. ഇതായിരുന്നു അന്നത്തെ ആരോഗ്യ മേഖലയുടെ ഗതികേട്. ഇതും വച്ചിട്ടാണ് ഇന്ന് ഇറങ്ങി നിന്ന് എന്തിനും ഏതിനും കുറ്റം മാത്രം പറഞ്ഞ് ശീലിക്കുകയും, എന്നാൽ അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ അത് വയനാട് ഫണ്ട് പിരിച്ചെടുത്ത് മുക്കിയതുപോലെയുള്ള അവസ്ഥയിലാണ് സകല കാര്യങ്ങളും. എന്നിട്ട് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്ന ആ വിടുവായത്തരം നാട് തിരിച്ചറിയണം.